കിട്ടിയ റേഡിയൽ ഇക്വേഷൻ ടാൻജൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം റേഡിയൽ ഇക്വേഷൻ സോൾവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു അപ്രോക്സിമേഷനും കൂടി നടത്താം. നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മൾ ഭൂമിയിൽ നിന്ന് ഒരു ഹൈറ്റിൽ നിന്ന്, ഭൂമിയിൽ ഇവിടെ ഇപ്പോൾ ടവർ നിൽക്കണമെന്ന് വെക്കുക. അപ്പോൾ ഈ ടവറിൻ്റെ മേലെ നിന്നാണ് നമ്മൾ ഈ ബോഡിയെ ഡ്രോപ്പ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഭൂമിയുടെ റേഡിയസ് എത്രയാണ്? RE=6400 കിലോമീറ്ററാണ്. 6400 കിലോമീറ്ററാണ്. അപ്പോൾ നമ്മുടെ ടവറുകളൊക്കെ സാധാരണഗതിയിൽ കിലോമീറ്ററുകളൊന്നും ഉണ്ടാവില്ല, മീറ്ററുകളേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ആറിന് നമുക്ക് ഏകദേശം എന്ത് ചെയ്യാം, നമ്മളിപ്പോൾ ഇവിടെയാണ് നമ്മുടെ ബോഡി നിൽക്കുന്നതെങ്കിൽ ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരമാണ്. ഇവിടെയാണ് ബോഡി എങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഈ ഒരു പോയിന്റിലേക്കുള്ള ദൂരം. അപ്പോൾ എനിവേ R അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു റേഡിയസ് ഓഫ് എർത്ത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് -G + ω² RE എന്ന് എഴുതാം. R⋯ ഇങ്ങനെ എഴുതാൻ പറ്റും. പിന്നെ നമുക്ക് ഇതെന്താണ് ശരിക്കും ഇതിപ്പോൾ വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള R⋯ ആണ്. വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ആക്സിലറേഷനാണിത്. അതായത് നമുക്ക് ഭൂമിയിൽ നിന്ന് അനുഭവപ്പെടുന്ന അപ്പാരൻറ്റ് ഗ്രാവിറ്റേഷണൽ ഫീൽഡാണിത്. അപ്പാരൻറ്റ് ഗ്രാവിറ്റേഷണൽ ഫീൽഡാണ്. ഇറ്റ് ഈസ് നമുക്ക് അതിനെന്ത് ചെയ്താം, -G' എന്ന് വേണമെങ്കിൽ വിളിക്കാം. -G' എന്ന് വിളിക്കാം. ഭൂമിയിൽ നിന്ന് അനുഭവപ്പെടുന്ന, നമുക്കിപ്പോൾ ഒരു ബോഡി താഴേക്ക് വീഴുമ്പോൾ അനുഭവപ്പെടുന്നത് ആ ഒരു ആക്സിലറേഷനാണ് ഇപ്പോൾ ഇത്. അതെന്താണ് ശരിക്ക്? -9.8 m/s² അല്ലേ? അതായത് -G എന്ന് തന്നെ അതിനെ വിളിക്കാം. അതായത് R⋯ നമുക്ക് എങ്ങനെ എഴുതാം? R⋯ -G. R⋯ കൊണ്ട് എന്താ ഉദ്ദേശിക്കണേ? d²R/dt². dt² -G. ഓക്കെ, d²R/dt² എന്ന് പറഞ്ഞാൽ എങ്ങനെ വരുന്നത്? d/dt ഓഫ് dr/dt ആണ്, -G. അപ്പോൾ ഈ dt അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താ വരിക? d ഓഫ് dr/dt -gdt എന്ന് വരും. രണ്ട് ഭാഗത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ചെയ്യുമ്പോൾ ഇവിടെ dr/dt വരും, ഇവിടെ എന്താവും? -gt + c എന്ന് വരും. C is the constant of integration. അങ്ങനെയാണെങ്കിൽ ഈ C കിട്ടാനൊരു വഴിയുണ്ട്. എന്ത് ചെയ്യുക? അറ്റ് t=0, നമ്മളിപ്പോൾ ഭൂമീൻ്റെ ഇവിടെ നിന്നാണല്ലോ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ബോഡിയുടെ വെലോസിറ്റി 0 അല്ലേ? അതായത് dr/dt 0 ആണ്. അതായത് t=0 dr/dt 0. ദാറ്റ് ഇംപ്ലൈസസ് C = 0. അപ്പോൾ ഇന്ന് നമുക്ക് C = 0 എന്ന് കിട്ടും. അതായത് dr/dt -gt. ഇതന്നെയാണ് എന്ത്? R⋯ -gt എന്നും പറയാം. അല്ലെങ്കിൽ ഇങ്ങനെ. അപ്പോൾ ഒരു ഇക്വേഷനും കൂടി എന്തായി? നമ്മുടെ റേഡിയൽ ഡയറക്ഷനിലുള്ള വെലോസിറ്റിയുടെ ഇക്വേഷനായി. ഇനി നമുക്ക് ഒന്നും കൂടി ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. അപ്പോൾ എന്ത് കിട്ടും? dt ആ സൈഡിലേക്ക് കൊണ്ടുപോകാം, എന്നിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ R -gt²/2 + c എന്നാണ് വരിക. എങ്ങനെ വരുന്നത്? അത് ഇതിനെന്ത് ചെയ്യുക? ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ രണ്ട് സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഈ dt അങ്ങോട്ട് കൊണ്ടുപോയി ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ എന്താ കിട്ടുക? R -gt²/2 + c എന്ന് കിട്ടും. അതായത് t=0 നമുക്ക് ഒന്നും കൂടി വേണമെങ്കിൽ കൊടുക്കാം. ഇവിടെ മാസ് ഡ്രോപ്പ് ചെയ്യുന്നത് നിൽക്കുക. അപ്പോൾ സ്റ്റാർട്ടിങ് ആയിട്ട് തുടങ്ങുന്ന സമയത്ത് ഭൂമിയുടെ സെൻറ്ററിൽ നിന്ന് അങ്ങോട്ടുള്ള ദൂരത്ത് r0 ആണെങ്കിൽ നമുക്ക് t=0 r=r0 എന്ന് വിളിക്കാം. അതായത് t=0 r0 0 + c എന്ന് കിട്ടും. c r0 ഇംപ്ലൈസസ് r -gt²/2 + r0. അപ്പോൾ എന്താ കിട്ടുക? R r0 -gt²/2. ഇതാണ് എന്ത്? വെർട്ടിക്കൽ ഇക്വേഷൻ ഓഫ് മോഷൻ. റേഡിയൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഉള്ള ഒരാളെ സംബന്ധിച്ച്, ഇവിടെ ഒരാൾ നിൽക്കുകയാണെങ്കിൽ അയാളെ സംബന്ധിച്ച് വെർട്ടിക്കൽ ഡയറക്ഷനാണ് റേഡിയൽ ഡയറക്ഷൻ. അപ്പോൾ അറ്റ് എനി ഇൻസ്റ്റൻറ്റ് നമ്മുടെ മാസിൻ്റെ പൊസിഷനാണ് സെൻട്രലിൽ നിന്നുള്ള ദൂരം. മാസ് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ
സപ്പോസ് അറ്റ് ടി ഈസ് ഈക്വൽ ടു 2 സെക്കൻഡ് മാസ് ഇവിടെ എത്തിക്കണമെന്ന് വെക്കുക. ആ സമയത്തുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത് കിട്ടാൻ എന്ത് ചെയ്താൽ മതി, ഇവിടെ ടി ഈക്വൽ ടു 2 കൊടുക്കുക. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് അപ്പോൾ കിട്ടും 6. അങ്ങനെ കിട്ടുന്നത് ആ സമയത്ത് സഞ്ചരിച്ച ഈ മാസം സഞ്ചരിച്ച ദൂരമാണ് ഇത്ര. ഇത് ചെയ്യുന്ന ഈ ടേമാണത്. അറ്റ് ടി ഈക്വൽ ടു 0 മാസ് ഇവിടെയാണ്. പിന്നെ ടൈം കൂടുന്നതിനനുസരിച്ച് ഈ സാധനം ഇങ്ങനെ കൂടും. അതായത് സെൻറ്ററിൽ നിന്ന് ആ പോയിന്റ് നമ്മുടെ ഗിവൺ പോയിന്റിലേക്കുള്ള ദൂരം അങ്ങനെ കുറഞ്ഞ് വരും. ഇനി നമുക്ക് വെർട്ടിക്കൽ ഇക്വേഷൻ ഓഫ് മോഷൻ. അടുത്തത് ടാൻജൻഷ്യൽ ഇക്വേഷൻ ഓഫ് മോഷൻ. അത് നമുക്ക് ഇതാണ് -2 ഒമേഗ ആർ ഡോട്ട് ഈസ് ഈക്വൽ ടു ആർ തീറ്റ ഡബിൾ ഡോട്ട്. ഇവിടെ നമുക്കൊരു അപ്രോക്സിമേഷൻ നടത്താം. നമ്മൾ നമ്മളിപ്പോൾ ഡീൽ ചെയ്യുന്ന ഹൈറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതല്ലേ. അപ്പോൾ ആറിന് അപ്രോക്സിമേറ്റ്ലി റേഡിയസ് ഓഫ് എർത്ത് എന്ന് തന്നെ എടുക്കാം. പിന്നെ ആർ ഡോട്ട് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, മേലെ ഇപ്പോൾ നമുക്കൊരു ആർ ഡോട്ട് കിട്ടിയല്ലോ, അവിടെ കൊടുക്കും ചെയ്യാം. ആർ ഡോട്ട് ഈസ് ഈക്വൽ ടു -gt അത് രണ്ടും അവിടെ കൊടുക്കുക, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ തീറ്റ ഡോട്ട് ഈസ് ഈക്വൽ ടു 2 ഒമേഗ ജി അല്ലെങ്കിൽ 2g ഒമേഗ ബൈ ആർ ഇ ഇൻറ്റു ടി എന്ന് കിട്ടും. ഇതിനെ ഒരു തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്ത് കിട്ടും, തീറ്റ ഡബിൾ ഡോട്ടാണ് കേട്ടോ ഇവിടെ. ഒരു തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ തീറ്റ ഡോട്ട് ആവും ഈസ് ഈക്വൽ ടു 2g ഒമേഗ ബൈ ആർ ഇ ഇൻറ്റു, പിന്നെ ഇതൊക്കെ കോൺസ്റ്റൻറ്റുകളാണ് ഇപ്പോൾ എഴുതിയതൊക്കെ. ഇനി ടീനെ മാത്രം ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഒരു തവണ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ t²/2 ആണ് വരിക, പ്ലസ് സി വരും. അപ്പോൾ പിന്നെ വേറൊരു കാര്യം, നമുക്ക് സീനെ ഇവിടെ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ആണല്ലോ. അപ്പോൾ ഇനി ഇനീഷ്യൽ കണ്ടീഷൻ യൂസ് ചെയ്യാം. അറ്റ് ടി ഈസ് ഈക്വൽ ടു 0 തീറ്റ ഡോട്ട് എന്താണ് വീഴുന്ന സമയത്ത്, ആ സമയത്ത് ടാൻജൻഷ്യലായിട്ട് നമ്മൾ ജസ്റ്റ് ഡ്രോപ്പ് ചെയ്യല്ലേ, ആ സമയത്ത് വെലോസിറ്റി 0 ആണല്ലോ. അതുകൊണ്ട് തന്നെ ടാൻജൻഷ്യൽ കമ്പോണൻ്റ് ഒക്കെ എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ ഈ തീറ്റ ഡോട്ട് ടി ഈക്വൽ ടു 0 0 ആണ്. അതുകൊണ്ട് തന്നെ സി ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, തീറ്റ ഡോട്ട് ഈസ് ഈക്വൽ ടു 2g ഒമേഗ ബൈ ആർ ഇ t²/2 അങ്ങനെ കിട്ടും. ടാൻജൻഷ്യൽ ഡയറക്ഷനിലുള്ള വെലോസിറ്റി ഇങ്ങനെ കിട്ടും. ഇനി തീറ്റ കിട്ടാൻ ഒന്നും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യുക. തീറ്റ ഈസ് ഈക്വൽ ടു ഇതിനൊന്നും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2g ഒമേഗ ബൈ ആർ 2re ഇതൊക്കെ കോൺസ്റ്റൻറ്റുകളാണ്. പിന്നെ t² ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ t³/3 പ്ലസ് സി. അപ്പോൾ ഇവിടെ ടി ഈക്വൽ ടു 0 തീറ്റ എന്താണ്, ടി ഈക്വൽ ടു 0 തീറ്റ ഈസ് ഈക്വൽ ടു θ0 ആണ്, ഇനീഷ്യൽ ആംഗിളാണ് അല്ലേ. നമ്മളെ ആ ഒരു എർത്തിൻ്റെ ഇക്വറ്റോറിയൽ പ്ലെയിനിലുള്ള ഇതാണ് നമ്മുടെ എക്സ് ആക്സിസ്. നമ്മുടെ മാസ് ഫാൾ ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇവിടെയാണെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ വെക്റ്റർ r ഇതാണ്, ആംഗിൾ θ0 ഇതാണ്. അപ്പോൾ ഇത് ഡിഫ്ലക്റ്റ് ചെയ്ത് ഇങ്ങനെ താഴേക്ക് എത്തുന്നതോറും ഡിഫ്ലക്റ്റ് ചെയ്യും. ഇവിടെ എത്തുമ്പോഴുള്ള ആംഗിൾ മാറിയിട്ടുണ്ടാവും, തീറ്റയ്ക്ക് ചെറിയ മാറ്റം ഉണ്ടാവും. അങ്ങനെയാണ്. അപ്പോൾ ഇനീഷ്യൽ ആംഗിൾ θ0 എന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം, തീറ്റ ഈസ് ഈക്വൽ ടു 2g 2 2 വെട്ടാം, പിന്നെ ബാക്കിയുള്ളത് എഴുതിയാൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടുക, എന്ത് ഇൻസ്റ്റൻറ്റേനിയസ് ആംഗിൾ ഇങ്ങനെ കിട്ടുക. അപ്പോൾ ഇതെന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കണത്, ഇനീഷ്യലായിട്ട് വീഴുന്ന സമയത്ത് ഈ ഒരു ആംഗുലാർ കോർഡിനേറ്റ് θ0 ഉണ്ടാവും. പിന്നെ ടൈം കഴിയുന്തോറും എന്ത് ചെയ്യും, ഈ ടീക്ക് ഇങ്ങനെ ടീയുടെ വാല്യൂ ഇങ്ങനെ കൂടിക്കൂടി വരും. അതിനനുസരിച്ച് ഇങ്ങനെ മാറിയിട്ടുണ്ടാവും, ഇങ്ങോട്ടായിട്ടുണ്ടാവും. എത്തുന്ന സമയത്ത് ഇങ്ങനെ ആയിട്ടുണ്ടാവും. നിലം തൊടുന്ന സമയത്തുള്ള ആംഗിൾ നമ്മൾ എന്ത് ചെയ്യുക, ആ സമയത്തുള്ള നിലം തൊടുന്ന സമയം കൊടുക്കുക. അപ്പോൾ നിലം തൊടുന്ന സമയത്ത് ഇത് എത്ര ആയിരിക്കും ആംഗിൾ എന്ന് മാറി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്തുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റ മൈനസ് θ0 എടുത്താൽ മതി. അപ്പോൾ നമുക്ക് എത്ര ഷിഫ്റ്റ് ചെയ്തു എന്നുള്ള ആംഗിൾ കിട്ടും, g ω/3 re t³ എന്ന് കിട്ടും. ഇനി നമ്മൾ ഇനീഷ്യൽ ആംഗിൾ സപ്പോസ് നമ്മൾ ഡീൽ ചെയ്യുന്ന ഇനീഷ്യൽ ആംഗിൾ 0 ആണെന്ന് വെക്കുക. ഇവിടെ നിന്നാണ് വീഴുന്നതെന്ന് വെക്കുക. എക്സ് ആക്സിസിൽ നമ്മൾ വീഴുന്ന നമ്മൾ പാർട്ടിക്കിൾ ഡ്രോപ്പ് ചെയ്യുന്ന അതേ പോയിന്റിൽ തന്നെ നമ്മൾ എക്സ് ആക്സിസ് ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് θ0 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. കാരണം എക്സുമായിട്ട് ഉണ്ടാക്കുന്ന ഇനീഷ്യൽ ആംഗിൾ 0 ആവില്ല അപ്പോൾ അതേ ആക്സിസിലാണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ഇഫ് θ0 ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് തീറ്റ ഈസ് ഈക്വൽ ടു ക്ലിയർലി എന്താണ്, g ω/3
3RE ഇൻറ്റു ടി ക്യൂബ് എന്ന് കിട്ടും. ഇതാണ് ഇങ്ങനെയാണ് സിംപ്ലസ്റ്റ് ആയൊരു ഫോം കിട്ടും. അപ്പോൾ നമ്മൾ പാർട്ടിക്കിൾ നമ്മുടെ ടവറിൻ്റെ മേലെ പാർട്ടിക്കിളിനെ ഡ്രോപ്പ് ചെയ്യുന്ന ആ ഒരു പോയിൻ്റ് തന്നെ അതിലൂടെ പോകുന്ന രീതിയിൽ നമ്മുടെ എക്സ് ആക്സിസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ആയിരിക്കും കിട്ടുക. അപ്പോൾ ഇനി മൊത്തം ഡിഫ്ലക്ഷൻ കിട്ടണമെങ്കിൽ, ടോട്ടൽ ഡിഫ്ലക്ഷൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുക? അപ്പോൾ ഈ മാസ് വീഴുന്ന സമയത്ത് മൊത്തമായിട്ട് എത്ര ആംഗിൾ ഡിഫ്ലക്റ്റ് ചെയ്തു എന്ന് കിട്ടണമെങ്കിൽ നമ്മൾ ഫ്രീലി നമ്മുടെ ബോഡി ഡ്രോപ്പ് ചെയ്ത് താഴെ എത്താനുള്ള സമയം ഇവിടെ ഈ ടി ക്യൂബിൻ്റെ അവിടെ കൊടുക്കുക. അപ്പോൾ ആ സമയം എങ്ങനെ നമുക്ക് കിട്ടുക? നമുക്ക് നിലവിൽ അതും നമുക്ക് ഇവിടുന്ന് ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെ ഉണ്ടാക്കാം? നമുക്ക് ഈ റേഡിയൽ ഇക്വേഷൻ നമുക്കറിയാം. R=R0 മൈനസ് GT²/2. ആ ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യുക? R=R0 മൈനസ് GT²/2 അല്ലേ? ഇതിൽ നമുക്ക് H എന്ന് പറഞ്ഞാൽ എന്താ? H എന്ന് പറഞ്ഞാൽ ആദ്യം ബോഡി ഇവിടെയാണ് വെക്കുക. അങ്ങനെ ഇതാണ് R0. പിന്നെ നിലം തൊടുമ്പോൾ ഇതാണ് എന്ത്? RE. ഇനീഷ്യലി R=R0, ഫൈനലി R=RE. അങ്ങനെയാണെങ്കിൽ ആ ഡിസ്റ്റൻസ്, വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്തായിരിക്കും? നമുക്ക് എങ്ങനെ ചെയ്താൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്നുള്ളത് ഇതിൽ നിന്ന് ഉണ്ടാക്കാം. R0 മൈനസ് ഈ ആറിനെ അങ്ങോട്ട് കൊണ്ടുപോവുക. R0 മൈനസ് R അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. വെൻ മാസ് ടച്ചസ് ദ ഗ്രൗണ്ട് RE=RE. ടൈം നമ്മൾ T എന്നെടുത്തു, ക്യാപിറ്റൽ T, അതിനുള്ള സമയം. അങ്ങനെയാണെങ്കിൽ RE ഇവിടെ കൊടുക്കുക. അപ്പോൾ RE=R0 മൈനസ് GT²/2. ഇതിന് നമ്മൾ RE ആ സൈഡിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ GT² ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ GT²/2 R0 മൈനസ് RE. വാട്ട് ഈസ് R0 മൈനസ് RE? ദിസ് ഡിസ്റ്റൻസ്. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് ദ ഹൈറ്റ് ഓഫ് ടവർ. H ആണ്. H. അങ്ങനെയാണെങ്കിൽ നമുക്ക് T² എന്ത് കിട്ടും? 2H/g. ഓർ T=√2H/g എന്ന് കിട്ടും. √2H/g എന്ന് കിട്ടും. അപ്പോൾ ഫ്രീലി ഫോളിങ്ങിലുള്ള സമയം നമുക്ക് ഇവിടുന്ന് കിട്ടും. അപ്പോൾ ഇനി മൊത്തം ആംഗുലാർ റിഫ്ലക്ഷൻ കിട്ടണമെങ്കിൽ ആ സമയം, ആ T നമുക്ക് ഇവിടെ കൊടുത്താൽ മതി. ഈ ടി ക്യൂബിൻ്റെ അവിടെ കൊടുക്കുക. അപ്പോൾ നമുക്ക് തീറ്റ, ആംഗുലാർ ഡിഫ്ലക്ഷൻ, ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ഡ്യൂറിങ് ദിസ് ഫോൾ θ=gω/3RE ഇൻറ്റു ടി ക്യൂബ്. ഇവിടെ ടി ക്യൂബിൻ്റെ അവിടെ മൊത്തം ഫാളിങ്ങിനുള്ള സമയം കൊടുക്കുക. gω എന്താ വരിക? gω/3RE ഇൻറ്റു ടി ക്യൂബ് അല്ലേ? ടി ക്യൂബിൻ്റെ അവിടെ എന്ത് കൊടുക്കുക? ഈ നമ്മുടെ മൊത്തം ഫാളിങ്ങിൻ്റെ ടൈം കൊടുക്കുക. √2H/g ക്യൂബ്. അപ്പോൾ എന്താ വരിക? മൊത്തം ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് θ=gω/3RE ഇൻറ്റു 2H/g⁻³ എന്ന് കിട്ടും. അപ്പോൾ ഈ തീറ്റ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? മൊത്തം ഫാളിൻ്റെ സമയത്ത് തീറ്റ എത്ര മാറും. അപ്പോൾ തീറ്റ മാറുന്നില്ലെങ്കിൽ ഇനീഷ്യലി നമ്മൾ പറഞ്ഞ ആ ചിത്രത്തിലേക്കാണ് നോക്കുക. ഇവിടെ ഇപ്പോൾ അത് ഫോളോ ചെയ്യുന്ന സമയത്ത് ഇതിപ്പോൾ ഇവിടെ നിന്നാണ് വീഴുന്നതെങ്കിൽ കൃത്യം ഇങ്ങോട്ട് എത്തുന്നതിന് പകരം ഒന്നും ഇങ്ങോട്ട് ഡിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് എന്ത്? ഇനീഷ്യലി ഉള്ള ആംഗിളാണ് θ0. പിന്നെ അത് എത്തുന്നത് ഇവിടെയാണ്. നേരെ ഇവിടെ എത്തുന്നതിന് പകരം ഇവിടേക്കാണ് എത്തിയത്. അപ്പോൾ ആ ആംഗിള്, ആ സമയത്തുള്ള വെക്റ്റർ ഇതാണ് ആംഗിൾ. അപ്പോൾ ആ സമയത്ത് തീറ്റ. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസാണ് എന്ത്? നമ്മുടെ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ നമ്മൾ θ0 എടുക്കുകയാണെങ്കിൽ നമുക്ക് θ ഈ വെറും ഈ ഡിസ്റ്റൻസ് തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഇവിടുത്തെ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? ഇതാണ്, ഈ ചേഞ്ചാണ്. ഈ ചേഞ്ച്, ആ ചേഞ്ചാണ് എന്താ? ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ കിട്ടണമെങ്കിൽ ഇവിടുത്തെ ഈ ആർക്ക് ലെങ്ത് കണ്ടെത്തിയാൽ മതി. ഈ ഒരു അതിന് കറസ്പോണ്ടിങ് ആയ ആർക്ക് ലെങ്ത് കണ്ടെത്തിയാൽ മതി. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ തീറ്റ. നമുക്കിപ്പോൾ കിട്ടിയ ആംഗുലാർ ഷിഫ്റ്റ് ഇതാണെങ്കിൽ ഈ അതിന് കറസ്പോണ്ടിങ് ആയ ഡിസ്പ്ലേസ്മെൻറ്റ്, നമ്മുടെ ലെങ്ത്ത്, എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്ന് കിട്ടണമെങ്കിൽ, ഈ ഡിസ്റ്റൻസ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? റേഡിയസിനെ എന്ത് ചെയ്താൽ മതി? ആംഗിൾ =ആർക്ക്/റേഡിയസ് ആണ്. അതിന് നമുക്ക് ഈ ആർക്ക് ലെങ്ത്ത് കണ്ടെത്തിയാൽ മതി. ആർക്ക് =ആംഗിൾ ഇൻറ്റു റേഡിയസ്.
ദാറ്റ് ഈസ് ഈക്വൽ ടു തീറ്റ. നമ്മുടെ ഈ ഡിസ്പ്ലേസ്മെൻറ്റിനെ എർത്തിൻ്റെ റേഡിയസ് കൊണ്ട് ഗുണിക്കുക. ഓക്കെ, ഗുണിച്ചാൽ മതി. അപ്പോൾ മൊത്തം ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു തീറ്റ ഇൻറ്റു ആർ ഇ, ദാറ്റ് ഈസ് ഈക്വൽ ടു ജി ഒമേഗ ബൈ 3 RE ഇൻറ്റു 2H/G റേസ് ടു 3/2 ഇൻറ്റു RE. ഈ RE ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ ബാക്കി ഈ ജി അവിടെ നിൽക്കട്ടെ അപ്പോൾ തൽക്കാലം. ജി ഒമേഗ ബൈ 3 ഇൻറ്റു റൂട്ട് ഓഫ് 2H/G, അല്ല റൂട്ടല്ല, റൂട്ടും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് 3/2 എന്ന് പവർ കൊടുത്തത്. H/G റേസ് ടു 3/2. അപ്പോൾ നമ്മുടെ ഒരു ശരാശരി നമുക്കൊരു ഇതിനെ നമ്മൾ Δy എന്ന് വിളിച്ചു കേട്ടോ, ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റിനെ. അപ്പോൾ നമുക്ക് സപ്പോസ് വി ഹാവ് അവർ ടവർ ഹാസ് ആൻ ഹൈറ്റ് H ഈസ് ഈക്വൽ ടു 50 മീറ്റർ, 50 മീറ്ററുള്ളൊരു ടവറാണെന്ന് വെക്കുക. G ഈസ് ഈക്വൽ ടു 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. പിന്നെ ഒമേഗ എന്താണ്? ഒമേഗ ഈസ് ഈക്വൽ ടു 2π റേഡിയൻ ആണ്. 2π റേഡിയൻ ബൈ നമ്മുടെ അതിൽ നിൽക്കുന്ന ഒരു ദിവസത്തിൻ്റെ സെക്കൻഡ്, ഒരു ദിവസത്തിൻ്റെ സെക്കൻഡിലേക്ക് മാറ്റുക. 24 ഇൻറ്റു 60 ഇൻറ്റു 24 മണിക്കൂറിൽ ഓരോ മണിക്കൂറും 60 മിനിറ്റാണ്. ഓരോ 60 മിനിറ്റിലും 60 സെക്കൻഡുകളുണ്ട്. അപ്പോൾ എത്ര സെക്കൻഡുകൾ വരും? അത് ഡിവൈഡ് ചെയ്താൽ അതിനൊരു വാല്യൂ കിട്ടും. ഇതെല്ലാം ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഈ ഒറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഞാൻ ഇതിനെ നമ്മൾ Δy എന്ന് വിളിക്കണ്ട, Y എന്ന് ടെക്സ്റ്റ് ബുക്കിൽ Y എന്നാണ് സൂചിപ്പിച്ചത്. അതുകൊണ്ട് നമുക്ക് Y തന്നെ ഉപയോഗിക്കാം. Y ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? ആ വാല്യൂസൊക്കെ ഇവിടെ കൊടുക്കുക. 9.8 ഇൻറ്റു 7.3 ഇൻറ്റു 10⁻⁻5 ബൈ 3 ഇൻറ്റു 2 ഇൻറ്റു 50 ബൈ 9.8 റേസ് ടു 3/2. ആ വാല്യൂസ് അവിടെ കൊടുക്കുകയാണെങ്കിൽ എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെൻറ്റ് 7.7 ഇൻറ്റു 10⁻³ മീറ്റർ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു അതിന് സെൻറ്റിമീറ്റർ കൺവേർട്ട് ചെയ്യുമ്പോൾ 0.77 സെൻറ്റിമീറ്റർ. അതായത് 50 മീറ്റർ ഉയരമുള്ളൊരു ടവറിൽ നിന്ന് വീഴുമ്പോൾ തന്നെ എത്ര ഹൊറിസോണ്ടലായിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുള്ളൂ? ഒരു 3/4 സെൻറ്റിമീറ്ററേ ഷിഫ്റ്റ് വരുന്നുള്ളൂ. ഏകദേശം ഒരു 3/4 സെൻറ്റിമീറ്റർ. അതായത് ദിസ് ഈസ് ബിലോ 1 സെൻറ്റിമീറ്റർ. അപ്പോൾ അത്രയും 50 മീറ്റർ ഉയരമുള്ള, 100 മീറ്റർ പോലും ഇല്ല, 50 മീറ്റർ ഉയരമുള്ള ഒരു ടവറിൽ നിന്ന് വീഴുമ്പോൾ വെറും 1 സെൻറ്റിമീറ്ററിൽ താഴെയുള്ള ഡിഫ്ലക്ഷനേ വരുന്നുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ കിലോമീറ്ററുകളൊക്കെ ഉള്ള ടവറാണെങ്കിൽ നമുക്ക് ആ ഹൈറ്റ് ഇവിടെ കൊടുത്താൽ മതി. ഓക്കെ, ഹൈറ്റ് ഇവിടെ കൊടുത്തു നോക്കുക. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയ ഷിഫ്റ്റ് ഒന്നും കൂടി കൂടും ഇവിടെ. അപ്പോൾ നോട്ടബിളായ ഷിഫ്റ്റ് കിട്ടണമെങ്കിൽ അത്രയും വലിയ ഹൈറ്റിലുള്ള ടവറിനൊക്കെ വീഴണം. അത് നമ്മൾ സാധാരണഗതിയിൽ ഒരു ബോഡി മേലെ നിന്ന് നമ്മളെ കയ്യേറ്റ് ഇങ്ങനെ സാധാരണഗതിയിൽ ഇടുന്ന സമയത്ത് നമുക്കിത് നോട്ടബിളായിട്ട് ഉണ്ടാവില്ല. വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഷിഫ്റ്റേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇത് നമ്മുടെ ഭൂമി റൊട്ടേറ്റിംഗ് ഫ്രെയിം ആയതുകൊണ്ടുള്ള ഫിക്റ്റീഷ്യസ് ഫോഴ്സുകളുടെ ഒരു കോൺസിക്വൻസ് ആണിത്, ഇങ്ങനെയുള്ള ഹൊറിസോണ്ടൽ ഷിഫ്റ്റ്.